താരസംഘടന അമ്മയുടെ നിലപാടുകളെയും പ്രവർത്തന രീതിയെയും ചോദ്യം ചെയ്തും വിമർശിച്ചും നടൻ ബാബുരാജ്. ഒരു അംഗത്തിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരെ ഒന്ന് നേരിട്ട് വിളിക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും ഇമേജ് നോക്കുന്ന നടന്മാരാണ് സംഘടനയുടെ തലപ്പത്തെന്ന് ബാബുരാജ് പറയുന്നു. ബാബുരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: ഇങ്ങനെ മതിയോ? മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്, കൈനീട്ടം കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ശരി തന്നെ. എന്നാലും പല അവസരങ്ങളിലും അതുമാത്രമായി ഒതുങ്ങുന്നില്ലേ എന്ന് സംശയം. തലപ്പത്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് ഉചിതമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നത് നല്ലതല്ല. ഒരംഗത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരെ ഒന്ന് നേരിട്ട് വിളിക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും ഇമേജ് നോക്കുന്ന നടന്മാരാണ് സംഘടനയുടെ തലപ്പത്ത്. പല നിർണായക ചോദ്യങ്ങൾക്കും എത്രനാൾ ഹാസ്യത്തിലൂടെ മറുപടി നൽകി അംഗങ്ങളെ കണ്ണടപ്പിക്കാൻ സാധിക്കും. ജനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഇത്തരത്തിൽ അംഗങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇമേജ് നോക്കുന്ന നടന്മാർ ദയവ് ചെയ്ത് ആ സ്ഥാനം ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്ന സമയത്തും ഇതിൽ പലരും വിളിച്ചില്ല, അന്വേഷിച്ചില്ല. അത് പോട്ടെ, എനിക്കതിൽ പരാതിയില്ല. എന്നാലും ഞാൻ താമസിക്കുന്ന, ഞാൻ വോട്ടറായ ആലുവ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ MP കൂടിയായ അമ്മയുടെ പ്രസിഡന്റ് ഒന്ന് വിളിച്ച് ക്ഷേമം അന്വേഷിക്കാതിരുന്നതിനെ നിസ്സാരമായി കാണാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പ്രസ്ഥാനത്തെ തകർക്കാനുള്ള വരികളായി ഇതിനെ കാണരുത്. എന്നാൽ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാകുന്നു. നടീനടന്മാർ പൊതുവെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണ് എന്ന് മുദ്രകുത്തൽ ഇനിയെങ്കിലും മാറ്റിയെടുക്കണം. അതേ ഞാൻ ഈ വിശദീകരണത്തിലൂടെ ഉദ്ദേശിച്ചുള്ളൂ. ഒരു കാര്യം ഓർക്കുക, ഒരംഗം സംഘടനയിൽ അംഗത്വമെടുത്താൽ അവർ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും കൂടി സംഘടനയ്ക്കുണ്ട്. അല്ലാതെ വർഷത്തിലൊരിക്കൽ കുറേ മേലാളന്മാരുടെ വലിപ്പക്കഥ കേൾക്കാനും ഉച്ചയ്ക്ക് മൃഷ്ടാന ഭോജനത്തിനുള്ള ഒത്തുചേരലും മാത്രമാകരുത് സംഘടന. ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.